ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ ടുഡേയ്സ് മാർക്കറ്റ് ആൻഡ് ടുമോറോസ് ഔട്ട്ലുക്കിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഒരു ഫ്ലക്ച്വേഷൻ ദൃശ്യമായിരുന്നു. പല സമയങ്ങളിലും മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് മൂവ് ചെയ്തിരുന്നെങ്കിലും ഇന്ന് മാർക്കറ്റ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് മാർക്കറ്റിനെ ഹേർട്ട് ചെയ്ത മെയിൻ ഇഷ്യൂസ് എന്നത് ചൈന അമേരിക്ക ടെൻഷനാണ്. അതുപോലെ AGR ഹിയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേണും ഒപെക് മീറ്റിംഗും ഇന്ന് മാർക്കറ്റിൽ ഒരു ഫ്ലക്ച്വേഷന് ഇടയാക്കി. US സ്റ്റിമുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു കൺസേൺ സൃഷ്ടിച്ചിരുന്നു. ഇതിന്റെ ഒരു എഫക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചിരുന്നു. അതായിരുന്നു ഈ ഒരു ഫ്ലക്ച്വേഷന്റെ ഒരു റീസൺ. ഇന്ന് മാർക്കറ്റിൽ പ്രഷർ നൽകിയ മെയിൻ സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രി, ഭാരതി എയർടെൽ, SBI, HDFC ബാങ്ക്, അതുപോലെ ICICI ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. അത് കഴിഞ്ഞ് നൂൺ സെഷൻ ആകുമ്പോഴേക്കും ബാങ്ക് സ്റ്റോക്കുകൾ റിക്കവറി മോഡിലേക്ക് എത്തുകയും മെറ്റൽ സ്റ്റോക്കുകളിലും അതുപോലെ ഓട്ടോ സ്റ്റോക്കുകളിലും ഒരു അപ്മൂവാണ് ദൃശ്യമായത്. പക്ഷേ നാളത്തെ മാർക്കറ്റ് ഓപ്പണിംഗിന് മുമ്പേ ഇന്നത്തെ AGRന്റെ തീരുമാനങ്ങൾ മാർക്കറ്റിനെ സ്വാധീനിച്ചേക്കാം. അതും ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നിഫ്റ്റി 50 81 പോയിന്റോളം അപ്പായി 11,259 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 186 പോയിന്റോളം അപ്പായി 7,864 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് 74 പോയിന്റോളം അപ്പായി 21,754 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി എനർജി 199 പോയിന്റോളം അപ്പായി 15,593 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫിൻ സർവീസ് 47 പോയിന്റോളം അപ്പായി 10,806 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി FMCG 344 പോയിന്റോളം അപ്പായി 31,582 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 243 പോയിന്റോളം അപ്പായി 18,265 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മീഡിയ 36 പോയിന്റോളം അപ്പായി 1,436 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ 60 പോയിന്റോളം അപ്പായി 2,466 പോയിന്റിലും നിഫ്റ്റി ഫാർമ 38 പോയിന്റോളം ഡൗൺ ആയി 11,602 പോയിന്റിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് NTPC, ഏഷ്യർ മോട്ടോഴ്സ്, സീൽ, ഹിൻഡാൽകോ, ബജാജ് ഓട്ടോ തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് SBI, ഭാരതി എയർടെൽ, BPCL, റിലയൻസ് അതുപോലെ ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഒരു പ്രഷർ ദൃശ്യമായത്. ഇന്ന് സെൻസെക്സ് 173 പോയിന്റോളം അപ്പായി 38,050 പോയിന്റിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. സെൻസെക്സിലെ ടോപ്പ് ഗെയിനേഴ്സ് NTPC, ബജാജ് ഓട്ടോ, ടെക് മഹീന്ദ്ര, ONGC, മാരുതി സുസുക്കി തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് HDFC ബാങ്ക്, ICICI ബാങ്ക്, സൺഫാർമ, റിലയൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഒരു പ്രഷർ ദൃശ്യമായത്. ഗ്ലെൻമാർക്ക് ഫാർമ സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയാണ്. ഗുഡ് റിസൾട്ടാണ് അവർ പബ്ലിഷ് ചെയ്തത്. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവിന് ഇടയാക്കിയത്. ബോഡാൽ കെമിക്കൽ സ്റ്റോക്കുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയാണ്. ഒരു വീക്ക് റിസൾട്ടാണ് അവർ പബ്ലിഷ് ചെയ്തത്. പ്രോഫിറ്റിൽ ഏകദേശം 21% ഒരു റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷറിന് ഇടയാക്കിയത്. ജിൻഡാൽ സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് പല ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫേമുകളും ഈ സ്റ്റോക്കിൽ അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നൊരു ന്യൂസ് വന്നിരുന്നു. അതായിരുന്നു ഈ ഒരു അപ്മൂവിനുള്ള പ്രധാന കാരണമായി മാറിയത്. ഇൻഫ്രാ സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഈ സെക്ടറിൽ കൂടുതൽ തുക പമ്പ് ചെയ്യും എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് ഈ സെക്ടറിനെ ഇന്ന് പോസിറ്റീവായാണ് എഫക്റ്റ് ചെയ്തത്. ടാറ്റ പവർ സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. പവർ സെക്ടറിൽ ഇന്നൊരു അപ്മൂവാണ് ദൃശ്യമായത്. കൂടാതെ IHCLും ടാറ്റ പവറും ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. അതായത് സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഗ്രിമെന്റിലാണ് എത്തിയത്. അത് ഈ സ്റ്റോക്കിനെ ഇന്ന് പോസിറ്റീവായാണ് എഫക്റ്റ് ചെയ്തത്. NCL ഇന്ത്യ സ്റ്റോക്കുകളിൽ ഒരു അപ്മൂവാണ് ദൃശ്യമായത്. അവരുടെ പ്രോഫിറ്റിലും റവന്യൂവിലും ഒരു വർധനവാണ് റിപ്പോർട്ട് ചെയ്തത്. അതായിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്ന് പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. ന്യൂ ഇന്ത്യ അഷ്യൂർഡ് കമ്പനിയുടെ സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവാണ് ദൃശ്യമായത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ പ്രോഫിറ്റിലും റവന്യൂവിലും ഒരു വർധനവ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവിന് ഇടയാക്കിയത്. PTC സ്റ്റോക്കുകളിൽ ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് പല ലാർജ് ഇൻവെസ്റ്റ്മെന്റ് ഫേമുകളും ഈ സ്റ്റോക്കിൽ പുതിയൊരു എൻട്രി എടുത്തിട്ടുണ്ടെന്ന ന്യൂസ് വന്നിരുന്നു. അതായിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്ന് പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. ബർഗർ പെയിൻ സ്റ്റോക്കുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയാണ്. പ്രോഫിറ്റിൽ ഒരു റിഡക്ഷനാണ് സംഭവിച്ചത്. കൂടാതെ റവന്യൂവിലും ഒരു റിഡക്ഷനാണ് റിപ്പോർട്ട് ചെയ്തത്. അതായിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്ന് നെഗറ്റീവായി എഫക്റ്റ് ചെയ്തത്. വോൾട്ടം ട്രാൻസ്ഫോമേഴ്സ് ഷെയറുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ പ്രോഫിറ്റിൽ ഒരു വർധനവാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ റവന്യൂവിൽ ഒരു റിഡക്ഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ മാർക്കറ്റ് അതിനോട് പോസിറ്റീവായാണ് പ്രതികരിച്ചത്. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് കാണാനുള്ള പ്രധാന കാരണം. ഓട്ടോ സെക്ടർ സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവാണ് ദൃശ്യമായത്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് പല അനലിറ്റിക് ഫേമുകളും ഓട്ടോ സെക്ടറിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ഉണ്ടാവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അതായിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്ന് പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്.
റിലയൻസ് സ്റ്റോക്കുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അവരുടെ CAGR കേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്നൊരു ഡൗൺ ട്രെൻഡിലേക്ക് എത്തിച്ചത്. ബോറോസിൽ ലിമിറ്റഡ് ഷെയറുകളിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡാണ് ദൃശ്യമായത്. കാരണം അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. ഏകദേശം 7 കോടിയോളം ലോസാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. അതായിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്ന് പ്രതികൂലമായി ബാധിച്ചത്. ട്രൈഗൻ ടെക്നോളജി സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. ഒരു ഗുഡ് റിസൾട്ടാണ് അവർ പുറത്തുവിട്ടത്. പ്രോഫിറ്റിൽ ഏകദേശം 19% ഒരു വർധനവാണ് റിപ്പോർട്ട് ചെയ്തത്. അതായിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്ന് പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. ആർത്തി ഇൻഡസ്ട്രി ഷെയറുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ മാനേജ്മെന്റ് അറിയിച്ചിരുന്നു ബോണസ് ഷെയർ ഇഷ്യൂവിനെ കുറിച്ച് തീരുമാനിക്കാൻ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടാകുമെന്ന്. അതായിരുന്നു ഈ സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവിന് ഇടയാക്കിയത്. സൺ TV സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് CLSA അവർക്കൊരു ബൈ റെക്കമെൻഡേഷൻ നൽകിയിരുന്നു. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു പോസിറ്റീവ് മൂവ്മെന്റിന് ഇടയാക്കിയത്. ബ്രിട്ടാനിയ സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരുന്നു. 83 രൂപ പെർ ഷെയറാണ് ഡിവിഡൻഡായി പ്രഖ്യാപിച്ചത്. അത് ഈ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവിന് ഇടയാക്കി. ഇനി ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടത് ഇതൊരു എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആവുന്ന സമയങ്ങളിൽ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വന്നേക്കാം. 83 രൂപയ്ക്ക് തുല്യമായത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് എക്സ് ഡിവിഡൻഡ് ഡേറ്റുകളിൽ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കണം. SJVN സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവർക്കൊരു പുതിയ സോളാർ പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. അതായിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്നൊരു പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ നാളത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യാം.